ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ദുബായിൽ നിന്ന് അത്ര ഭയങ്കര ഒരു ഗുഡ് ന്യൂസ് ഒന്നുമല്ല കേട്ടോ. ഒരു കണക്കിന് ഗുഡ് ന്യൂസ് ആണോ എന്ന് ചോദിച്ചാലാണ്. പക്ഷേ അതിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആയപ്പോഴേക്കും ആ ഗുഡ് ന്യൂസൊക്കെ കുറച്ച് ബാഡ് ന്യൂസ് ആയി തുടങ്ങി. കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ നിന്ന് ഭയങ്കര മഴയാണ്. നിങ്ങളെല്ലാവരും മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, സോഷ്യൽ മീഡിയയിലായാലും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. യു എയിൽ ഭയങ്കര മഴയാണ്, പ്രത്യേകിച്ചും ദുബായ്, ഷാർജ ഏരിയയിലൊക്കെ, അബുദാബിയൊക്കെ ഭയങ്കര മഴ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ മഴ തുടങ്ങിയപ്പോൾ നമുക്കൊരു സന്തോഷമായിരുന്നു. നമുക്ക് മരുഭൂമിയിലൊരു മഴ പെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വർഷം കുറച്ചധികം മഴയുണ്ടായിരുന്നു. അപ്പോൾ മഴ തുടങ്ങിയപ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ അത് തുടങ്ങി കുറച്ച് അങ്ങോട്ട് സ്ട്രോങ് ആയി കഴിഞ്ഞപ്പോൾ ആ സന്തോഷമൊക്കെ കുറച്ചായിട്ട് മാറി തുടങ്ങി. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, റോഡ്സ് എല്ലാം ബ്ലോക്കായിട്ട് വണ്ടികളെല്ലാം അതിനകത്ത് പെട്ട് നാശമായിപ്പോയി. വണ്ടികൾ ടോട്ടൽ ലോസിലായ വണ്ടികൾ വരെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെയുള്ള വാർത്തകളൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ നമുക്ക് ആ സന്തോഷം പതിയെ പതിയെ അങ്ങോട്ട് ഒരു വിഷമമായി തുടങ്ങി കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഇതൊരു 10 മണി സമയമാണേ. പക്ഷേ മഴ ആക്ച്വലി ഇന്നലെ രാത്രി തന്നെ പെയ്തു തുടങ്ങി. രാത്രി പുലർച്ചെയൊക്കെ ഒരു നല്ല സ്ട്രോങ് മഴ പെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ രാത്രി ഇടിമിന്നലും ഇടിവെട്ടൊക്കെ കേട്ടിരുന്നു. പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലോണം വെറ്റായി തന്നെ റോഡ്സ് എല്ലാം ഇതിൽ വെള്ളം കെട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലത്തെ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 മണി സമയത്ത് പെയ്യുന്ന ഈ മഴയുണ്ടല്ലോ, ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അതെന്ന് പറഞ്ഞാൽ അങ്ങ് കാറ്റും മഴയും ഇടിയും എല്ലാം കൂടെ ഒരുമിച്ച്, സത്യത്തിൽ അടുത്തൊന്നും ഇങ്ങനത്തെ ഒരു മഴ കണ്ടിട്ടില്ല കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് ശേഷം വന്നിട്ടുള്ളൊരു മഴയായിരിക്കണം. ഞാനിവിടെ ഒരു 10-12 വർഷമായി നിൽക്കുന്നു. പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു അതിനും കൂടുതലൊക്കെ തന്നെ ഒരു 50 വർഷം 70 വർഷമൊക്കെ മേലെ കണ്ടിട്ടുള്ള ഒരു മഴയാണെന്നൊക്കെ കേൾക്കുന്നു. ഇത്രയും വലിയൊരു മഴ ഇതിനിടയ്ക്ക് വന്നിട്ടില്ല എന്നൊക്കെ കേൾക്കുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ മഴ നടന്നിട്ട് നമ്മുടെ ബാൽക്കണി വ്യൂ അല്ലാതെ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. യു എയിലുണ്ടായത് ഞാൻ പറഞ്ഞതുപോലെ രാവിലെ ഉണ്ടായ ആ സന്തോഷമൊക്കെ ആ വീഡിയോസൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ നമുക്ക് ഇല്ലാതായി തുടങ്ങി കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും അയച്ചു തരുമായിരുന്നു. ഈവൻ നമ്മുടെ ബാൽക്കണിയിലും വെള്ളമൊക്കെ കെട്ടി നിന്നു തുടങ്ങി. ആ ഡ്രെയിനേജ് സിസ്റ്റംസൊക്കെ ബ്ലോക്ക് ആയിപ്പോൾ നമ്മുടെ ഇവിടെ ഗ്രാസ് ഇട്ടിരിക്കുന്ന മാറ്റൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ കെട്ടി നിന്നു തുടങ്ങി. അകത്തേക്കൊന്നും കയറിയില്ല, എന്നാലും അങ്ങനെ ആയി തുടങ്ങി. അതുപോലെ കാർ ബേസ്മെൻറ്റ് പാർക്കിങ്സും നമ്മുടെ ഇതുപോലെ വെള്ളം കയറി തുടങ്ങിയായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ ഫ്ലാറ്റിന് നേരെ മുന്നിലുള്ള പാർക്കിങ്സിലേക്ക് ഇതുപോലെ റിക്കവറി വാൻസ് വന്നിട്ട് വണ്ടികൾ വെള്ളത്തിൽ പെട്ടതിനെ കൊണ്ട് ഇറക്കി പാർക്ക് ചെയ്യുമായിരുന്നു. ഇതുപോലെ കുറേ വണ്ടികൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ വന്ന് പാർക്ക് ചെയ്തിടുന്നുണ്ടായിരുന്നു കൊണ്ടുവന്ന്. മഴ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കാരണം തന്നെ ഇന്ന് സ്കൂൾസിനെല്ലാം ഓൺലൈൻ ക്ലാസ്സസ് ആണ് കേട്ടോ. പ്രൈവറ്റ് പബ്ലിക് സ്കൂൾസ് എല്ലാം ഇന്ന് ഓൺലൈൻ ക്ലാസ്സസ് ആണ്. അതുപോലെ തന്നെ കുറേ കമ്പനീസും ഇന്ന് വർക്ക് ഫ്രം ഹോം കൊടുത്തിട്ടുണ്ട്. മിക്കവാറും കമ്പനീസ് എല്ലാം ഇന്ന് വർക്ക് ഫ്രം ഹോമാണ് കേട്ടോ. കാരണം ഇതിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡ്സിൽ ബ്ലോക്ക് ആവുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കമ്പനീസൊക്കെ ഇന്ന് വർക്ക് ഫ്രം ഹോമും കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ആൾക്കാരെല്ലാം പോകേണ്ടി വന്നിട്ടുള്ള ആൾക്കാരെല്ലാം വഴിയിൽ ബ്ലോക്കായി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ ബാൽക്കണിയിലും നല്ലോണം കാറ്റുണ്ടായതുകൊണ്ട് തന്നെ നല്ല കാറ്റടിച്ചിട്ട് ഫുള്ള് വെള്ളം വീണ് കിടക്കുമായിരുന്നു. അപ്പോൾ ഈ മാറ്റിൽ ഇത് ചാടി കളിക്കുമായിരുന്നു. ഗ്രാസ് ഇട്ടിട്ടുള്ള മാറ്റെല്ലാം ഇങ്ങനെ നനഞ്ഞ് ചീഞ്ഞ് കിടക്കുവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിലാണ് ഈ ചാടി കളിക്കുന്നത് കേട്ടോ. അനൂപിനും ഇന്ന് വർക്ക് ഫ്രം ഹോം ആയിരുന്നെങ്കിൽ ഇടയ്ക്ക് വെച്ച് പോകേണ്ടി വന്നായിരുന്നു കേട്ടോ. അത് ഒരു എമർജൻസി ആയിട്ട് പോകേണ്ടി വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചു വരുമ്പോഴുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. തിരിച്ചു വരുമ്പോൾ കൊളീഗ്സ് ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ വണ്ടികൾ ഇതുപോലെ രാവിലെ പോയപ്പോൾ വെള്ളത്തിൽ വിട്ടിട്ട് റിക്കവറി വാൻ വിട്ടിട്ട് അത് കൊണ്ട് പാർക്ക് ചെയ്യിപ്പിച്ചിട്ട്, അപ്പോൾ അവരൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെടുത്തുന്ന വീഡിയോ ആണ് കേട്ടോ. നോക്കൂ, വെള്ളത്തിൻ്റെ ഇത്രയും വെള്ളം ഒരു ഈവനിങ് ടൈമാണ്. അപ്പോഴേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു മഴ കഴിഞ്ഞായിരുന്നു, 1-2 മഴ അപ്പോഴേക്കും കഴിഞ്ഞായിരുന്നു. ഇത് ആക്ച്വലി ഒരുവിധം നമ്മൾ മഴയില്ലാത്തൊരു ഏരിയ നോക്കി വന്നിട്ടുള്ളതാണ് അവർ. വെള്ളം കെട്ടി ഈ വാട്ടർ പോൺസ് ഇല്ലാത്ത ഏരിയ ഒക്കെ നോക്കി വന്നിട്ടുള്ള, കുറേ വളഞ്ഞു തിരിഞ്ഞ് വന്നിട്ടുള്ളതാണ് കേട്ടോ. കാരണം നമ്മൾ സാധാരണ വരുന്ന റോഡ്സ് എല്ലാം ഇതിലും കഷ്ടമാണ്. എന്ന് വെച്ചാൽ ഫുള്ളി വാട്ടർ പോൺസ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റില്ല, എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പല വണ്ടികളും പെട്ട് കിടക്കുന്നതാണ്. ചെറിയ വണ്ടികളാകുമ്പോൾ പ്രത്യേകിച്ചും വെള്ളത്തിൽ പിന്നെ അതങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. പിന്നെ അവർ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ നോക്കുക, അത് സ്റ്റാർട്ട് ചെയ്യരുതെന്നാണ് പറയുക വെള്ളത്തിൽ വെച്ചിട്ട്. പക്ഷേ പലരും സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അത് തീരെ നമുക്കത് എടുക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ഒരുപാട് വണ്ടികൾ നിങ്ങൾ വീഡിയോസ് ഇതിന് മുമ്പും കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. നമ്മുടെ ഇവിടെ നടന്നൊരു കാര്യം നിങ്ങളൊന്ന് കാണിച്ചു തരണമെന്നേ ഉള്ളൂ. ഇതുപോലെ ഡ്രെയിനേജ് സിസ്റ്റം ഇല്ലാത്തതിൻ്റെ ഒരു വലിയ പ്രശ്നമായിരുന്നു അത്. കാരണം നമുക്ക് ഇങ്ങനെ ഒരു കൺട്രിയിൽ അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. മഴ പൊതുവേ കുറവല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഡ്രെയിനേജ് സിസ്റ്റം ഇല്ലാഞ്ഞിട്ട് വെള്ളം പോകാൻ സ്ഥലമില്ലായിരുന്നു. ഷെയ്ഖ് സായിദ് റോഡൊക്കെ കണ്ടോ, ഇത് വലിയൊരു റോഡാണ്. പക്ഷേ ഇതുപോലെ വണ്ടികളെല്ലാം ട്രാഫിക്കിലും വെള്ളത്തിലും പെട്ട് കിടക്കുകയാണ്. ഒരു ലൈൻ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ആയി, ഒരു പുഴ പോലെ ഒഴുകുന്നതുകൊണ്ട്, ഒരു കനാല് പോലെയൊക്കെ ഒഴുകുന്ന ആ ലൈൻ കണ്ടോ, അത് റോഡാണ് ആക്ച്വലി. ആ ലൈൻ റോഡാണ്, അത് ഫുള്ള് വെള്ളമായിപ്പോയി. അങ്ങനെ അത്രയും വെള്ളം കെട്ടി നിന്ന ഒരവസ്ഥയായിരുന്നു കേട്ടോ ഇന്നലെ യു എയിൽ. ആ ലാൻഡ് ക്രൂസറൊക്കെ മുങ്ങി കിടക്കുന്നുണ്ടോ, അതിനകത്തെ ആൾക്കാരെയൊക്കെ കയറ് കെട്ടിയിട്ട് മേലേക്ക് എടുക്കേണ്ടി വന്നു എന്നാണ് കേട്ടോ കണ്ടത് വീഡിയോസിലൊക്കെ.
ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, പല റോഡ്സും ഇതിനേക്കാൾ കഷ്ടമുള്ള അവസ്ഥയിലുള്ള റോഡ്സ് ഉണ്ട്. ഇതുപോലെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുമായിരുന്നു. മണിക്കൂറുകളോളാണ് ആൾക്കാർ ഇന്നലെ റോട്ടിൽ നിന്നത് എന്നാണ് പറയണത്. ഒരു ദിവസം കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ 7-8 മണിക്കൂർ, നമുക്ക് പരിചയമുള്ള നമ്മുടെ കൊളീഗ്സ് തന്നെ 7-8 മണിക്കൂറൊക്കെ റോട്ടിൽ സ്റ്റക്കായി നിൽക്കാൻ മാത്രമല്ല വെള്ളം കയറുമായിരുന്നു. അപ്പോൾ അതിന് രക്ഷപ്പെട്ട് പുറത്തേക്ക് എടുക്കുക എന്നുള്ളതും വലിയൊരു ടാസ്ക്കായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ദുബായിലുണ്ടായിരുന്നു കേട്ടോ. ദുബായിൽ എന്നല്ല, UAE തന്നെ ഉണ്ടായിരുന്നു. കാറ്റാണെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് വീശിയിരുന്നത്. അതുകൊണ്ട് തന്നെ പല സാധനങ്ങളും പറന്നു പോയിട്ട് അങ്ങനെ കുറേ ഡാമേജസ് ഉണ്ടായിട്ടുണ്ട്. ബാൽക്കണിയിൽ നിന്നായാലും പല പാർക്കിംഗ് റൂഫൊക്കെ പറന്നു പോയിട്ടും അങ്ങനെ ഒരുപാട് ഡാമേജസ് അത് വേറെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷേ UAE ഗവൺമെൻറ് കുറച്ചുകൂടിയൊക്കെ അത് കരുതിയിരുന്നിരുന്നത് കൊണ്ട് തന്നെ വലിയ വലിയ കാര്യങ്ങളൊന്നും, വലിയ വലിയ അപകടങ്ങളൊന്നും സംഭവിക്കാതെ മാക്സിമം അത് നമുക്ക് എന്താ പറയുക, സേഫായി തന്നെ വെക്കാൻ പറ്റി. ഈ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴികെയുള്ള വേറെ അപകടങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് അവർ നേരത്തെ പ്രിപ്പയർ ആയതുകൊണ്ട് തന്നെ പറ്റിയെന്ന് പറയാം കേട്ടോ. സ്കൂൾസ് ആയാലും എല്ലാം ഇങ്ങനെ മുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീക്ക് ഫുള്ള്, അതായത് ഫ്രൈഡേ വരെ ഇവിടെ എല്ലാം ഓൺലൈൻ ക്ലാസ്സസ് ആക്കി സ്കൂൾസിനെല്ലാം. കാരണം സ്കൂൾസിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അതുപോലെ സ്കൂൾ ബസ്സൊക്കെ വെള്ളം കയറിയിട്ടുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരാഴ്ച മുഴുവൻ അവർക്ക് ആ ക്ലീനിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ അവർ ചെയ്യും. പക്ഷേ ആ ക്ലീനിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് 2 ദിവസം കൂടെ അവർ ഓൺലൈൻ ക്ലാസ്, 4 ദിവസം ഓൺലൈൻ ക്ലാസ് ആണ് കേട്ടോ കുട്ടികൾക്കൊക്കെ. ഇവിടെയുള്ള ഫേമസ് മാളുകളായ എമിറേറ്റ്സ് മാൾ, ദുബായ് മാൾ എന്നൊക്കെ നമുക്കറിയുന്ന ആ മാളുകളിലൊക്കെ തന്നെ വെള്ളം കയറി. അകത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവരാനും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടിയെന്നുള്ള വീഡിയോസ് നമ്മൾ കണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് തന്നെ രാത്രിയുള്ള വ്യൂ ആണ്. രാത്രിയല്ല, ഒരു ഈവനിങ് ടൈം എന്ന് പറയാം, 6:30 ഒക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് നല്ലോണം ഇരുട്ടായി, നല്ല ഇടിമിന്നൽ കണ്ടോ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഭയങ്കര ഇടിമിന്നലും ഇടിവെട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ സമയത്തും വലിയൊരു മഴ പെയ്തു. ആ ഒരു മഴയിലാണ് നമ്മുടെ ബാൽക്കണിയിൽ ആക്ച്വലി വെള്ളം കെട്ടി നിൽക്കാൻ തുടങ്ങിയത്. ആ ഡ്രെയിനേജ് സിസ്റ്റം ബ്ലോക്ക് ആയിട്ടായിരിക്കണം. പിന്നെ ആ ഗ്രാസൊക്കെ കിടക്കുന്നതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബാൽക്കണിയിലും ഇതുപോലെ വെള്ളം കെട്ടി നിൽക്കാൻ തുടങ്ങി. അത് ഞങ്ങൾ വിചാരിച്ച് രാത്രിയും കൂടി മഴ പെയ്താൽ ചിലപ്പോൾ കുറേശ്ശെയൊക്കെ ഉള്ളിലേക്ക് കയറുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. അത് മാക്സിമം നമ്മൾ ഡ്രെയിനേജൊക്കെ ക്ലിയർ ആക്കിയായിരുന്നു. ഇതാ കണ്ടോ, വെള്ളം ഇങ്ങനെ നമ്മുടെ ബാൽക്കണിയിൽ കെട്ടി നിൽക്കാൻ തുടങ്ങിയായിരുന്നു കേട്ടോ വൈകിട്ടായപ്പോഴേക്കും. ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ സെറ്റിയൊന്നും അകത്തേക്ക് പിടിച്ചിടാനും പറ്റിയില്ലായിരുന്നു, അനൂപ് ഡ്യൂട്ടിക്ക് പോയത് കൊണ്ട് തന്നെ. പിന്നെ അതങ്ങനെ അതൊരു ലെഗുമേ നിൽക്കുന്നത്, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. പക്ഷേ വലിയ കുഴപ്പമില്ല. നമ്മൾ അതിങ്ങനെ വെള്ളം, ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഒരു മഴയും കൂടി പെയ്യാഞ്ഞതുകൊണ്ട്, രാത്രി മഴ പെയ്യാഞ്ഞതുകൊണ്ട് ആ ഒരു കെട്ടി നിന്ന വെള്ളം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡ്രെയിനേജ് അനൂപ് കുറച്ചും കൂടി വന്നിട്ട് കുത്തി ഇളക്കി അതിനെ ഒരുവിധം ശരിയാക്കിയപ്പോൾ കുറേശ്ശെ പോകുന്നുണ്ടായിരുന്നു തോന്നുന്നു. കാരണം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴേക്കൊക്കെ മാക്സിമം വെള്ളം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും മഴ പെയ്യുമ്പോൾ നമ്മുടെ ബാൽക്കണി ഇങ്ങനെ നനയാറുണ്ട്. ഈ ഗ്രാസ് പ്രത്യേകിച്ച് ഉള്ളതുകൊണ്ട് കുറച്ച് നനഞ്ഞിങ്ങനെ ഭയങ്കര വെറ്റായിട്ട് ഇരിക്കാറുണ്ട്. ഒരാഴ്ചയൊക്കെ എടുക്കാറുണ്ട് അതൊന്ന് നല്ലോണം ഡ്രൈ ആയിട്ട് വരാൻ. കാരണം നമുക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് ഈ ബാൽക്കണിയിലേക്ക് സൺലൈറ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി സമയം എടുക്കാറുണ്ട് അതൊന്ന് ഉണങ്ങി വരാനായിട്ട്. അപ്പോൾ ഇത്തവണയും ഒരാഴ്ച എടുക്കും ഇതൊന്ന് ഡ്രൈ ആയി ഒന്ന് ക്ലീൻ ചെയ്ത് കറക്റ്റാക്കി വരാനായിട്ട്. എന്നാലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. അത് തന്നെ വലിയ കാര്യമല്ലേ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ ഉള്ളൂ നമുക്കൊക്കെ. ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ടോട്ടൽ ലോസായ വണ്ടികളും അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ എത്ര ബുദ്ധിമുട്ടാണ് അല്ലേ. അങ്ങനെ രാവിലെ ആയപ്പോഴേക്കും മഴയൊക്കെ മാറി കേട്ടോ. വെയിലൊക്കെ ഒരു ഉദിച്ചു തുടങ്ങി. ഞാൻ രാവിലെ സത്യം പറഞ്ഞത് ഒരു 6 മണി 6:30 സമയമാണ്. പക്ഷേ അതിന് മുമ്പ് കുറച്ചും കൂടി നേരത്തെ ഒരു ഇരുണ്ട ക്ലൗഡ്സ് നല്ലോണം വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെയും ഒരു തോന്നി ഇന്നും ഒരു മഴ ഉണ്ടാവുമെന്ന്. കാരണം ഗവൺമെൻറ് ഇന്നും മഴ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്നും ഇനി മഴയാവുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഇന്നലത്തെ മഴയിൽ തന്നെ പല റോഡുകളും ബ്ലോക്കായിട്ടും അതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോഴും വണ്ടികളൊക്കെ റിക്കവർ ചെയ്യാത്ത റോഡുകൾ വരെയുണ്ട്. ഇപ്പോഴും വണ്ടികൾ വെള്ളത്തിൽ കിടക്കുന്ന റോഡുകൾ വരെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഒരു മഴ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഭയാനകമായിരിക്കും. ഇന്നലെ തന്നെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു മഴയായിരുന്നു. കാരണം മഴ മാത്രമല്ല, മഴയും അതിൻ്റെ ആ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു. ഇതുവരെ പെയ്ത മഴയുടെ ഒരു ട്രിപ്പിൾ സ്ട്രെങ്ത്തിലാണ് മഴ പെയ്തതെന്നാണ് ന്യൂസ് ഏജൻസീസ് ഒക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ തന്നെ ഭയങ്കര കാറ്റും ഇടിവെട്ടും മിന്നലും എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ഇറങ്ങി വന്നതാണ് ഭൂമിയിലേക്ക് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പേടിപ്പെടുത്തുന്ന അറ്റ്മോസ്ഫിയർ ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഒരു മഴ എന്ന് പറയും കേൾക്കുമ്പോൾ ഒരു പേടി പോലെ തോന്നി നമുക്ക്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു 9 മണി 10 മണിയൊക്കെ ആയപ്പോഴേക്കും നല്ലോണം വെയിലുദിച്ചു. നല്ലോണം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ UAE സമ്മർ സ്റ്റാർട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അത് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യുന്ന പോലത്തെ ഒരു വെയിൽ തന്നെയായിരുന്നു. നല്ലോണം വെയിലുദിച്ചു. അപ്പോൾ തന്നെ ടാങ്കേഴ്സൊക്കെ വന്ന് നമ്മുടെ റോഡ്സ് എല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഫ്രണ്ടിലെ റോഡ്സ് എല്ലാം നല്ലോണം ക്ലിയർ ചെയ്തു. വെള്ളമൊക്കെ മാക്സിമം അവർ വലിച്ചെടുത്ത് കൊണ്ടുപോയി. ഇപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നതുണ്ട്. പക്ഷെ അതെല്ലാം അവർ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യും. അങ്ങനെ വലിയൊരു പേമാരി മഴയൊക്കെ UAE അവസാനിച്ചു എന്ന് തന്നെ വിചാരിക്കാം നമുക്ക് അല്ലേ. അപ്പോൾ ഇനി ഇങ്ങനത്തെ വലിയ മഴകളുണ്ടാകുമ്പോൾ വലിയ വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. മഴയൊക്കെ ഉണ്ടായിക്കോട്ടെ, കാരണം മഴ വേണമല്ലോ നമുക്ക്. വലിയ നഷ്ടങ്ങളൊന്നും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. ഇപ്രാവശ്യം ഉണ്ടായിരിക്കുക എല്ലാവർക്കും. ഇതുപോലെ വണ്ടികൾ നാശമായിട്ടുള്ളവരും എന്തെങ്കിലും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളവർക്ക് അവർക്ക് പെട്ടെന്ന് തന്നെ എല്ലാം റിക്കവർ ചെയ്യാൻ തന്നെ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ.
അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ഇതൊരു ചെറിയ വീഡിയോ, ഞാൻ നിങ്ങൾക്ക് വെറുതെ UAE മഴയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഫോണിൽ എടുത്തതും എൻ്റെ ഫ്രണ്ട്സ് അയച്ചു തന്നതൊക്കെ ഒന്നും ജസ്റ്റ് ക്ലബ് ചെയ്ത് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. മച്ച് ലവ് ആൻഡ് ഗോഡ് ബ്ലെസ്.